രാവിലെ ഞങ്ങൾ ഗുജറാത്തിൽ എത്തിപ്പെട്ടു. ഒരു ഫുഡ് കഴിക്കാനൊരു സ്ട്രീറ്റ് സൂററ്റിനടുത്തുള്ള ഒരു ചെറിയൊരു സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയതാണ്. ഇത് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നല്ല ടെൻഷനായിട്ട് സാറുണ്ട് കൂടെ. ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഖമൻ എന്ന് പറഞ്ഞൊരു ഫുഡാണ് ഇവിടുത്തെ ഐറ്റം. നൈലോൺ ഖമൻ, ഇത് സാദാ ഖമൻ, ജിലേബി. ഇതെന്താ കുഴപ്പം? ചട്നിയാണ് പച്ച കളറിലിരിക്കുന്നത്. അതാണ് ഖമനൊന്ന് കഴിച്ചു നോക്കാം. പിന്നെ ഒരു മധുരം ഞാൻ വിചാരിച്ചു, പക്ഷെ മധുരമല്ല, അത് വേറെന്തോ ഒരു ടേസ്റ്റാണ്. കൊള്ളാം, നല്ല വിഭവമാണ്. നല്ല ജിലേബി ഉണ്ട്. ചട്നിക്കകത്ത് എനിക്ക് കഴിക്കാം. ചട്നിക്ക് ചെറിയൊരു മധുരം ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ആയിട്ട് നൈലോൺ ഖമൻ അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഉള്ളിയുണ്ട്, നൈലോൺ ഖമന് നല്ല മധുരമുണ്ട് കേട്ടോ, സൂപ്പർ. ഈ സവാള, അതുപോലെ പച്ചമുളക് ഉണ്ട്. നൈലോൺ ഖമന് മധുരവും സാധാ ഖമന് മധുരവും ഇല്ല, ആണ് വ്യത്യാസം. പിന്നെ കാലാവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോർമൽ കാലാവസ്ഥ, ചൂടൊന്നുമില്ല. ഈ ചട്നിയുടെ ഒരു പ്രത്യേകത മല്ലിയില അരച്ച് ഉണ്ടാക്കിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റാണുള്ളത്. പിന്നെ കടലമാവിലാണ് ഈ വെറൈറ്റി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ജിലേബി ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെറുതെ. കൊള്ളാം, നമ്മുടെ അവിടെ കഴിക്കുന്നതിനൊക്കെ തന്നെ. ഖമൻ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടും വേറെ സ്ട്രീറ്റിലും പോകുമ്പോൾ മറ്റ് ഫുഡും എടുക്കാം. 24 മണിക്കൂർ ഇവിടെ ഈ ഫുഡ് വെറൈറ്റി കിട്ടുന്നതാണ്. ഇവിടെ സ്ട്രീറ്റ് എപ്പോഴും ആക്റ്റീവാണ്, കുറേ പേര് വന്നു പോകുന്നു. ഇതെന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ബട്ടാക്ക പൂരി, ഇത് പെട്ടീസ്. ഉരുളക്കിഴങ്ങ് പൂരിയോ? ഇത് പെട്ടീസ്. അല്ല, പെട്ടീസ് എന്ന് പറഞ്ഞാൽ അത് ഉരുളക്കിഴങ്ങ് തന്നെയാണോ? ഒന്ന് കഴിച്ചു നോക്കാം. ഭയ്യ ആപ്കാ നാം? നരേഷ്. ഇവിടെ വന്നപ്പോൾ ഇത് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഐറ്റാന്ന് പറയുന്നത്. എൻ്റെ പേര് പട്ടാക്കപ്പൂരി. കൊള്ളാം, വേറൊരു ടേസ്റ്റാ. എന്തായാലും ഇവിടെ വന്നിട്ട് നാട്ടിലെ ഫുഡ് കഴിക്കുന്നില്ല, ഇതുപോലുള്ള ഫുഡ് പരീക്ഷിക്കാന്ന് ഓർത്ത്. ഫുള്ള് കിഴങ്ങ്, അതുകൊണ്ടോ കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞിട്ട് അതിനകത്ത് മൈദ മുക്കിയെടുത്തിട്ട് പുറത്തെടുത്തേക്കുന്നതാണ്. നല്ല ഫ്രഷ് സാധനം, നല്ല ചൂടുണ്ട്. നല്ല വേറൊരു ഐറ്റം. ഇതെല്ലാം ബക്കിയാ ബൈ പേട്ടീച്ച് അങ്ങനെയാണ് പറഞ്ഞത്. പേട്ടീച്ച് ഇതെങ്ങനെയാന്ന് നോക്കട്ടെ കേട്ടോ. ചെറിയ മധുരമുണ്ട്, മല്ലിയില എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ഉരുളക്കിഴങ്ങ്, ചെറിയ ഫ്രൂട്ട്സൊക്കെ, ജീരകമുണ്ട്, കിരുമുറിച്ചൊക്കെ കാണാം. വന്നിറങ്ങി ഇനിയൊരു 3 മണിക്കൂറൂടെ ട്രാവൽ ചെയ്താലേ ഞങ്ങൾ കൃത്യസ്ഥലത്ത് എത്തിച്ചേരേണ്ട അടുത്ത്. ഇന്നലെ വൈകുന്നേരം 5:30 വണ്ടി കയറിയതാണ്.
പിന്നെ കമ്പം വന്ന് അവിടുന്ന് പിന്നെ നമ്മുടെ തേനിയൊക്കെ കൂടി നമ്മൾ ചെന്നൈ വന്നു. അവിടുന്ന് രാവിലെ 9:30 ഫ്ലൈറ്റ് ഇങ്ങോട്ട് സൂററ്റിന്. അപ്പോൾ സൂററ്റിന് വന്നിട്ട് ഇവിടുന്ന് ഓൺ റോഡ് വന്ന് നമ്മൾ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രാജ്പിപ്ല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് സൂററ്റിൽ തന്നെ. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ 3 മണിക്കൂറോടെ ട്രാവൽ ചെയ്യണം നമുക്ക്. അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയ വണ്ടിയാണത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്ന് പിക്കപ്പ് ചെയ്ത നരേഷ് ഭായ്